ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാന വിഷയം. 3 കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. ഒന്ന്, ഈശോ മനുഷ്യകുലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ്. പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അങ്ങ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രമുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പ്രാർത്ഥനയുടെ ഒരു കൃപയുണ്ട്. ഈശോ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒടുവിലായി മരിക്കാൻ പോകുന്നതിന് മുമ്പും അവിടുന്ന് രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം നമുക്കിന്ന് എത്രയും ആവശ്യമാണ്. ഇനി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് അടുത്ത ചിന്ത. അത് ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം, അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാം, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം മാറിപ്പോകുന്നു എന്നതൊരു പരാജയമാണ്. ഈശോയുടെ പ്രാർത്ഥന മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള പ്രാർത്ഥനയായിരുന്നു. അല്ല, ചിന്തിച്ചു നോക്കിയേ, ഏതൊരു അത്ഭുതം ചെയ്യുന്നതിനും ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഇത് നടത്തി തരണം. മരണസമയത്ത് ഈശോ പ്രാർത്ഥിച്ചത് പിതാവേ, അങ്ങയുടെ ഹിതം പോലെ നിറവേറണം. ഈശോയുടെ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒന്നാകലിന് വേണ്ടിയിട്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്. നമ്മുടെ കുടുംബവും സമൂഹവും നാടുമൊക്കെ ഒന്നാകാനുള്ളൊരു പ്രാർത്ഥന. ഇന്ന് തിരിഞ്ഞു നോക്കിക്കേ, എല്ലായിടത്തും യുദ്ധവും ഭീകരതയും അധാർമികതയും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാം നശിപ്പിക്കുകയാണ്. എല്ലാവരും വിഘടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഈ ഒന്നാകലും ഒരുമയിലാകലും രണ്ടും രണ്ടാണ് കേട്ടോ. ഒന്നാകാൻ എളുപ്പമാണ്. ഒരു വിവാഹം കഴിഞ്ഞ് അത് ദാമ്പത്തിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒന്നാകാൻ ഏറെ എളുപ്പമാണ്. പക്ഷേ അവിടെ ഒരുമയിലാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആ ഒരുമയിലാകുന്നതിൻ്റെ ബോധ്യം ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്നാകാൻ എളുപ്പം, എനിക്ക് അവനിലൂടെ എന്തെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നാകാൻ തയ്യാറാണ്, കൂട്ടുകൂടാൻ തയ്യാറാണ്, പ്രിയപ്പെട്ടവരെ സ്വന്തമാക്കാൻ തയ്യാറാണ്, എല്ലാം തയ്യാറാണ്. പക്ഷേ അവിടെ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു ചിന്ത, ആ കൂട്ടുകൂടലിലൂടെ എനിക്കെന്ത് കിട്ടും, ഞാൻ ഇന്നയാളെ വിവാഹം കഴിച്ചാൽ എനിക്കെന്ത് നേട്ടമുള്ളത്, ഞാൻ ഇന്നയാളെ കൂട്ടുകൂടി എനിക്കെന്താ നേട്ടമുള്ളത്, ഞാൻ ഇന്നത് പഠിച്ചാൽ എനിക്കെന്താ നേട്ടമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒന്നാകാൻ എളുപ്പമാണ്. അത് നമ്മുടെ ഭൗതിക ചിന്തയിലൂടെ നമുക്കൊന്നാകും. പക്ഷെ ഒരുമയിലാവുക, അതാണ് ഈശോ പഠിപ്പിച്ചത്. പിതാവേ, ഞാനും അങ്ങും ഒരുമയിലായിരിക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം എവിടെ താഴേക്ക് വരുന്നത് എന്താണ്? എനിക്ക് അങ്ങയെയും അങ്ങ് എനിക്ക് എന്നെയും അറിയുന്നത് പോലെ. അതാണ് ഒരുമയിലാവുക. ഞാൻ അങ്ങയെയും അങ്ങ് എന്നെയും അറിയുന്നത് പോലെ ഇവരും ആ അറിവിൽ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തൊരു സുന്ദരമായ വചനമാണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? നോക്കിയേ, പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ മകൻ തിരിച്ചറിയുന്നു. മകൻ്റെ ഹൃദയത്തെ പിതാവായ ദൈവവും തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്നും ആ ഒരുമയിൽ നിന്നുമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ഉടലെടുത്തത്. ആ സഭയിലൂടെ ഈശോ ഈ ഒരു ഒന്നാകലിൻ്റെ കൗദാശിക ജീവിതം നമുക്ക് നൽകിയിട്ടാണ് മടങ്ങിപ്പോയത്. വിശുദ്ധ കുർബാന മനോഹരമായ ഒന്നാകലാണ്. ഈശോയ്ക്ക് നമ്മളെ അറിയാനും നമുക്ക് ഈശോയെ അറിയാനും വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട ഒന്നാകലിൻ്റെ കുദാശയാണ് വിശുദ്ധ കുർബാന. എന്തൊരു മനോഹരമാണ് ഈ ഒന്നാകലിൻ്റെ സുവിശേഷം. ഇതിനേക്കാൾ മനോഹരമായി അവതരിപ്പിക്കപ്പെടാൻ ഒരു മതവിശ്വാസത്തിനുമില്ല. ദിവ്യകാരുണ്യമായി ദൈവം തൻ്റെ മകനെ അപ്പമാക്കി തീർത്ത് മനുഷ്യകുലത്തിൻ്റെ ഹൃദയത്തോട് അലിഞ്ഞു ചേരുന്ന, ഒരുമയിലാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ നമുക്ക് നൽകിയിട്ടാണ് അവിടുന്ന് ഈ ഭൂമിയോട് വിട പറഞ്ഞത്. അതാണ് ഒരുമയുടെ പ്രത്യേകത, സർവ്വതും സമർപ്പിക്കാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാ കാര്യവും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കുരിശുവരയുടെ വിഷയം അതാകണം. ഈശോയെ, ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളുമായി ഒരുമയിലാകുന്ന, എപ്പോഴും ഒരുമയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദാഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ അയൽവക്കക്കാരുമായിട്ട് ഒരുമയിലാകുന്ന ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ആക്രമണങ്ങൾ നടക്കുമ്പോൾ
സ്വാർത്ഥത പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അധാർമികത പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതം, കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയാൻ മടിയില്ലാത്ത മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാകലിന് വേണ്ടി, ഒരുമയിലായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അഭിഷേകമായിട്ട് മാറുക. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. പറഞ്ഞില്ലേ, എനിക്ക് അവിടുത്തെയും അവിടുത്തേക്ക് എന്നെയും അറിയാം. നമ്മുടെ വീട്ടിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ഭാര്യയെ എനിക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റുന്നു. ഇത് സ്നേഹം എന്നൊക്കെ പറഞ്ഞതാന്നേ. സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കൊടുക്കലല്ല, മറിച്ച് സ്നേഹം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാം, അത് അറിവാണ്. എൻ്റെ ജീവിത പങ്കാളിയെ അറിയുക, അവളുടെ സങ്കടങ്ങൾ, അവൻ്റെ സങ്കടങ്ങൾ, അവരുടെ കുറവുകൾ, വേദനകൾ, അവരുടെ പരാജയങ്ങൾ, രോഗങ്ങൾ അറിയലാണ് സ്നേഹം. ആ അറിവിൽ നിന്നാണ് നമുക്ക് ഒരുമയിലാകാൻ പറ്റുക. എൻ്റെ അപ്പനെയും അമ്മയും അറിയലാണ് സ്നേഹം. ആ അറിവിൽ നിന്നാണ് നമുക്ക് ഒന്നാകാൻ പറ്റുക. എൻ്റെ കൂടപ്പിറപ്പുകളെ അറിയലാണ് സ്നേഹം. ആ അറിവിൽ നിന്നാണ് നമുക്ക് ഒരുമയിലാകാൻ പറ്റുക. ഈശോ പറഞ്ഞു, എനിക്ക് അങ്ങയെയും അങ്ങ് എന്നെയും അറിയുന്നു, അപ്പോൾ നമ്മൾ ഒന്നായിരിക്കുന്നു. ഈശോയെ, ഇതുപോലെ മരണം വരെ എൻ്റെ കുടുംബത്തിൽ, നാട്ടിൽ മറ്റുള്ളവരോട് ചേർന്ന് ഒരുമയിലായിരിക്കുവാൻ, കലഹത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളെയും അതിജീവിച്ച് ജീവിക്കുവാൻ എനിക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.